Hello, my dear students. Welcome to Online Miss Classroom. Today I would like to discuss the 10th standard physics. ഫസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ കുറച്ച് 4-5 ഭാഗം എടുത്തു അല്ലേ. നെക്സ്റ്റ് ഭാഗമാണ് സേഫ്റ്റി ഫ്യൂസ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് സേഫ്റ്റി ഫ്യൂസ്, പിന്നെ പവർ എന്താ, വാട്ട് എന്താന്നൊക്കെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഒരുപാട് ടോപ്പിക്ക്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് കൂടെ തന്നെ ആരെങ്കിലും മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാതെയാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിന് മുന്നേയുള്ള ക്ലാസ്സുകളും എന്തായാലും കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലോ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആദ്യം മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് ക്ലാസ്സുകൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ വളരെ അത്യാവശ്യമുള്ള പോർഷൻസ് നിങ്ങൾക്ക് മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? നമ്മൾ ഓൾറെഡി എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? യെസ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിഫറെൻറ്റ് എഫക്ട്സ് അല്ലേ. ദെൻ ജൂൾസ് ലോ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തു. പിന്നെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡെറിവേഷൻ. ദെൻ അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ മിസ് ചെയ്യരുത്. പ്രോബ്ലംസ് എന്ന് കാണുമ്പോൾ തന്നെ ചിലർ മാറ്റുന്നവരുണ്ട്. അങ്ങനെയല്ല, പ്രോബ്ലംസ് ഈസ് വെരി ഈസി. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസിൽ പെടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിക്രോം വയറിൻ്റെ പ്രത്യേകത. നമ്മൾ എന്താണ് നിക്രോം വയർ യൂസ് ചെയ്യുന്നത്? ഹീറ്റിംഗ് എലമെൻ്റായിട്ട്. അതെ, അപ്പോൾ നിക്രോം വയറിൻ്റെ പ്രത്യേകത ഇതെല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ വീട്ടിലൊക്കെ. നമ്മുടെ കറണ്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ മാത്രം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യാറ്? സേഫ്റ്റി നമ്മുടെ വീടിൻ്റെ പുറകിൽ സൈഡിലുള്ള എവിടെയെങ്കിലും ഇത് പുറത്താണ് ഉണ്ടാവുക, വീടിൻ്റെ അകത്തല്ല ഉണ്ടാവുക, പുറത്ത്. അതായത് അകത്തുണ്ടാവും കട്ട് ഔട്ട് ഫ്യൂസ് ഉണ്ടാവും, അത് നമ്മൾ ചെക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് മെയിൻ ഫ്യൂസ് ഉണ്ടാവും വീട്ടിലോട്ട് കറണ്ട് വരുന്നത് കൺട്രോൾ ചെയ്യുന്നത്, അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്, ചെയ്യാറില്ലേ? ഓക്കെ, പക്ഷേ ഫ്യൂസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഫ്യൂസ് എന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഫ്യൂസിൻ്റെ മറ്റ് ഫോട്ടോസ് കൂടി വെച്ചത്. ഓക്കെ, ഇതൊക്കെ ഫ്യൂസുകളാണ്. ഇത് നമ്മുടെ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂസാണ് ഈ ഭാഗം. ദെൻ ഫ്യൂസ് വയർ. ഈ ഫ്യൂസിൽ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന വയറാണ് ഫ്യൂസ് വയേഴ്സിലെ തിൻ കോപ്പർ വയേഴ്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സേഫ്റ്റി ഫ്യൂസ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു അലോയാണ്. ഓക്കെ, സേഫ്റ്റി ഫ്യൂസ് ഇസ് എൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അപ്പം നിങ്ങളിവിടെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? സേഫ്റ്റി ഫ്യൂസ് മേക്ക് ചെയ്ത സാധനങ്ങൾ ഇറ്റ്സ് എ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ദെൻ അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതെ, വീട്ടിലുള്ള ഇലക്ട്രിക് സർക്യൂട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിനൊന്നും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? എ ഫ്യൂസ് ഈസ് എൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ്സ് ടു പ്രൊവൈഡ് ഷോർട്ട് സർക്യൂട്ട് ഓർ ഈവൻ കറണ്ട് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസാണ്. ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർ കറണ്ട് പോരുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്, ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ്. വെൻ ദർ ഇസ് എ ഷോർട്ട് സർക്യൂട്ട് ഓർ സച്ച് ഹാമിങ് പ്രോബ്ലം, ഷോർട്ട് സർക്യൂട്ടോ വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ ലൈറ്റനിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് പാസിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദെൻ ദി ഫ്യൂസ് വയർ മെൽസ്. ഫ്യൂസ് വയർ അപ്പോൾ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ബ്രേക്സ് ദ സർക്യൂട്ട്. വീടിനകത്തുള്ള സർക്യൂട്ട് തന്നെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ വീടിനകത്തുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ലൈറ്റ്നിങ് ഒക്കെ വരുമ്പോൾ എല്ലാവരും എന്താ പറയുക? യെസ്, പ്ലഗൊക്കെ ഊരിയിടണമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ പ്രിക്വേഷൻസാണ്, നമ്മൾ എന്തായാലും ചെയ്യണം. ഈവൻ ദോ നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ തന്നെ കുറേ പ്രിക്വേഷൻസ് ചെയ്തിട്ടുണ്ട്. എന്തിനുള്ള? നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, നല്ല വിലയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. എന്തായാലും നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ കേടുവരുമ്പോൾ നമുക്ക് വിഷമമാണ്. സോ അതിനൊന്നും ഹാം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? കട്ടൗട്ട് സ്വിച്ച് വയ്ക്കും, അതുപോലെ ഫ്യൂസ് വയ്ക്കും. അപ്പോൾ ഈ ഫ്യൂസിലെ വർക്കിംഗ് ക്ലിയർ ആണല്ലോ? വെൻ ദർ ഈസ് എ ഷോർട്ട് സർക്യൂട്ട് ഓർ യെസ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഓർ ഹൈ കറണ്ട് ഓവർ കറണ്ട് ഫ്ലോ, എനിത്തിങ് ഹാപ്പൻസ്, then the fuse wire മെൽറ്റ് ചെയ്യും. ഓക്കെ, ഉരുകിപ്പോവും. melts and break the current flow in the circuit. Thus it protects the household electrical device.
റെഡിയല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്നും പറയും. ഫ്യൂസ് വയറിന് നമ്മൾ എന്താ പറയുന്നത്? സേഫ്റ്റി ഫ്യൂസ്. ബിക്കോസ് ഇറ്റ് സേവ്സ് അവർ ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ത് പറയാം? എ ഫ്യൂസ് വയർ ഈസ് എൻ അലോയ് ഓഫ് tin and lead. When the over current or voltage fluctuation or a short circuit or lightning something happens, then the fuse wire breaks the circuit and fuse wire melts and breaks the circuit. Thus it saves our household electronic items. Okay, hence it is called safety fuse. ഇനി ആരും മറക്കില്ലല്ലോ, കാര്യം ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ സേഫ്റ്റി ഫ്യൂസിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ കണ്ടു. ദെൻ ഈ വയറിൻ്റെ സേഫ്റ്റി ഫ്യൂസായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വയർ നല്ല ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് പോകുന്ന ചില വീടുകളുണ്ടാവും. അപ്പോൾ അടുത്തൊന്നും ഫ്യൂസ് പോകണ്ടെന്ന് പറഞ്ഞ് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല തിക്കുള്ള ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഫ്യൂസ് വയറായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. എന്താ സംഭവിക്കുക? ഫ്യൂസ് പോവില്ല, പകരം വീട്ടിലെ ഇലക്ട്രോണിക് ഐറ്റംസ് പലതും കേടൊന്നു പോകും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫ്യൂസ് വയറിൻ്റെ പെക്യുലാരിറ്റീസ്? ഇറ്റ് ഷുഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. ഓക്കെ, ഇതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. ദെൻ എന്തിനാ ലോ മെൽറ്റിംഗ് പോയിൻറ്റ്? യെസ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതാവാൻ പാടില്ല. ലോ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അതിൻ്റെ ഒരു വോൾട്ടേജ് കപ്പാസിറ്റി അത് ബെയർ ചെയ്യണം. അതിനെ അധികമായി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് മെൽറ്റ്, എങ്കിൽ മാത്രമേ അത് സേഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ഹാവ് ലോ ഓമിക് ലോസസ്. റെസിസ്റ്റൻസിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? ജൂൾസ് ലോ. വാട്ട് ഈസ് ജൂൾസ് ലോ? ഇക്വേഷൻ പറഞ്ഞാൽ മതി. യെസ്, H=I²RT. ഓക്കെ, അപ്പോൾ ഈ H എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറയുന്നത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കറണ്ട് I, റെസിസ്റ്റൻസ് R ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഒരുപാട് റെസിസ്റ്റൻസ് ഉള്ളതാണെങ്കിലും ഹീറ്റായിട്ട് അവിടെ പോവില്ലേ? ഹീറ്റായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഹീറ്റായി വരുന്നത് അവിടുത്തെ എനർജി ലോസ് അല്ലേ? യെസ്, അതുകൊണ്ട് തന്നെ ആ ഹീറ്റ് എനർജി ലോസ് മാക്സിമം മിനിമൈസ് ചെയ്യണം. ഓക്കെ, മാക്സിമം അവോയ്ഡ് ചെയ്യണം, അതായത് മിനിമൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓമിക് ലോസ് ആണ് റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് സ്മോൾ റെസിസ്റ്റൻസ് ഉള്ളത് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് ലോ ഓമിക് ലോസസ്. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ എന്താ ഈസി ഫ്ലോ ഓഫ് കറണ്ട് പോസിബിൾ ഉള്ളൂ. നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. നമ്മൾ നല്ല സ്വർണ്ണത്തിൻ്റെ നൂലൊക്കെ എടുത്തിട്ട് ഫ്യൂസ് വയറിലാവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? കറണ്ട് പാസ് ചെയ്യില്ലേ? കറണ്ടൊക്കെ പാസ് ചെയ്യും, ബട്ട് ദർ ഇസ് എ ചാൻസ് ഓഫ് റോബറിങ് ആൻഡ് ഓൾസോ. ഓക്കെ, ഇപ്പോൾ റോബറിങ്ങിൻ്റെ കേസ് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഏതൊരു ഐറ്റംസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ ആകുമ്പോൾ നമ്മളത് എക്കണോമിക്കലി കൂടി ചിന്തിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് പെക്യുലാരിറ്റീസ് ഓഫ് ഫ്യൂസ് വയർ? ഇറ്റ് ഷുഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. വൈ? Because in order to save the household items, when there is an overflow or electric short circuit or something, the fuse wire should melt. Okay, adine endu venam? Low melting point avanam. Then low ohmic losses, then high conductivity, and it should be economical. Okay, doubts ഒന്നുമില്ലല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. ദെൻ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം തന്നെ കമൻറ്റ് ബോക്സിലും ചോദിച്ചോളൂ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. This is some questions in your textbook. Okay, this is some questions. Okay, let's discuss. First one, what are the circumstances that cause high electric current leading to the melting of fuse wire? Clear ആണല്ലോ? Circumstances that cause high electric current leading to the melting of fuse wire. Fuse wire മെൽറ്റിങ്ങിന് കാരണമാവുന്ന ഇലക്ട്രിക് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഷോർട്ട് സർക്യൂട്ട്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഓർ ലൈറ്റനിങ്. ഓക്കെ, ഇൻ ദ ടൈം ഓഫ് ലൈറ്റനിങ് ആൻഡ് ഓൾ. നെക്സ്റ്റ്, ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു എ സർക്യൂട്ട് ഇൻ സീരീസ് ഓർ പാരലൽ? ഫ്യൂസ് വയർ എങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തത്? ജസ്റ്റ് തിങ്ക് വെദർ ഇറ്റ് ഈസ് സീരീസ് ഓർ പാരലൽ. യെസ്, ഇറ്റ് ഷുഡ് ബി സീരീസ്, റൈറ്റ്? സീരീസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? സർക്യൂട്ട് ബ്രേക്ക് ആവുള്ളൂ. പാരലൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് കറണ്ട് ബൈപ്പാസ് ചെയ്ത് പോവില്ലേ? ഒരു ഭാഗം ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും മറ്റേ സെക്ഷനിലൂടെ കറണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ദ ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ ടേംസ് ഓഫ് സീരീസ്. When heat is generated, why does the fuse wire melt? Because of the low melting point, the fuse wire should be have എന്തായിരിക്കണം? A wire having low melting point. Okay? Then when the fuse wire melts, the circuit is broken.
വാട്ട് ഹാപ്പൻസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? സർക്യൂട്ട് ബ്രോക്കൺ ആകുമ്പോൾ കറണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് ഓൾസോ സ്റ്റോപ്സ് ഇറ്റ്സ് ഫ്ലോയിങ്. ഓക്കെ, കറണ്ട് അതിൻ്റെ ഫ്ലോ നിർത്തില്ലേ? ബിക്കോസ് സർക്യൂട്ട് അവിടെ ബ്രേക്കായി. ഓക്കെ, കറണ്ട് സ്റ്റോപ്പ് ഫ്ലോയിങ്. ദെൻ വൈ ഇസ് ദ ഫ്യൂസ് വയർ ഇൻ എ സർക്യൂട്ട് കോൾഡ് സേഫ്റ്റി ഫ്യൂസ്? എക്സ്പ്ലെയിൻ. അത് നമ്മൾ പറഞ്ഞു അല്ലേ, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ടെക്സ്റ്റിലില്ല. സോ വിക്ടേഴ്സ് ചാനലിലൊക്കെ നിങ്ങൾക്ക് നല്ല എക്സ്പ്ലനേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് പ്രത്യേകിച്ച് നിങ്ങൾ ഇതിലെ ഫുൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങളെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. സോ പ്രിക്വേഷൻസ് ഫോർ ഫ്യൂസ് വയറിങ്, ഹൗസ് ഹോൾഡ് വയറിങ്. ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ നമ്മൾ ഫ്യൂസ് വയർ സെലക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കറണ്ടിന് വീട്ടിലൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ ഇലക്ട്രീഷ്യൻസിനൊക്കെ വിളിക്കുമ്പോൾ അവർ വളരെ നന്നായിട്ട് ഓരോ ഭാഗവും ചെക്ക് ചെയ്ത് കറണ്ട് ഫ്ലോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുക. വളരെ നീറ്റായിട്ട് ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ദ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിൻറ്റ്സ്. ഫ്യൂസ് വയറിൻ്റെ എൻഡ്സ് കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ്സിൽ ക്ലിയറായിട്ട് അതിനകത്തേക്കൊക്കെ പോയിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. നെക്സ്റ്റ്, ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദ കാരിയർ ബേസ്. അത് അതിൻ്റെ കാരിയർ ബോക്സിൻ്റെ പുറത്തേക്ക് നിൽക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുക? പുറത്തുള്ള ഏതെങ്കിലും വയേഴ്സൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസുലേറ്റഡ് അല്ല നമ്മൾ വയ്ക്കുന്നത്, മെയിൻ അതാണ്. ഓക്കെ, അപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും വയറുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ടിനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ദർ ഫ്യൂസ് വയർ ഷുഡ് ബി തിന്നായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ തിന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഓക്കെ, തിന്നായിരിക്കണം, ലോ ഓമിക് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോ മെൽറ്റിംഗ് പോയിൻറ്റും അല്ലേ ഹീറ്റ് ലൂസൊക്കെ കുറയുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പഠിച്ചത്. സേഫ്റ്റി ഫ്യൂസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷൻ ഇലക്ട്രിക് പവർ എന്താണ്? പവർ ഓൾറെഡി നമ്മൾ ചെറുതായി ഒന്ന് ജൂൾസിലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെറിവേഷനിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്ത് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവെന്തോ ജസ്റ്റ് ഡിസ്കസ്. അപ്പോൾ പവർ, what is the power? Is the amount of energy consumed by an electrical appliances in unit time. ഒരു യൂണിറ്റ് ടൈമിൽ അത് കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യൂണിറ്റ് ടൈമിൽ, അതായത് 1 സെക്കൻഡ് ടൈമിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടോ അതുപോലുള്ള സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്ന എനർജി. ഇപ്പോൾ നമ്മൾ ഒരു ബൾബ് ഓൺ ചെയ്തു, 1 അവർ ഓൺ ചെയ്തു. ഓക്കെ, 1 അവർ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ഓൺ ചെയ്തു. 1 മിനിറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന പവർ എത്രയായിരിക്കും? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1 മിനിറ്റിൻ്റെ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അല്ല, 1 സെക്കൻഡിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റിൽ കൺഫ്യൂഷൻ ആക്കുകയല്ല, 1 മിനിറ്റ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബൾബൊക്കെ എത്ര മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. 4 to 5 ഹവേഴ്സൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബൾബുകളും അതിൽക്കാൾ കൂടുതലുള്ളതും ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ എന്ന് പറയുന്നത് എന്താണ്? അത് 1 സെക്കൻഡിൽ വർക്ക് ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ്. ഓക്കെ, സോ 1 മിനിറ്റിൽ അപ്പോൾ എത്ര എനർജി കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും? 60 യൂണിറ്റ് അല്ലേ? കറണ്ടിൻ്റെ യൂണിറ്റ് അല്ല ഞാൻ പറഞ്ഞത്, ക്ലിയർ ആണല്ലോ? 60 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് 1 സെക്കൻഡിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്കൊക്കെ കിട്ടുന്നത് കുറേ അവേഴ്സും മറ്റൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാം 1 സെക്കൻഡിലുള്ളത് എത്ര. ഇപ്പോൾ നിങ്ങൾ ചില ബൾബ് വാങ്ങുമ്പോൾ 20 വാട്ട്, 60 വാട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ LED ബൾബുകളൊക്കെ യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ വാട്ട്സ് നല്ല കുറവാണ്. അതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ 20 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് 20 വാട്ട്. അപ്പോൾ ആ ബൾബ് നിങ്ങൾ ഒരു 1 മിനിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആക്കുക. 1 സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് പവർ. ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. അപ്പോൾ നിങ്ങളുടെ മോട്ടർ അതുപോലെ തന്നെ മിക്സി ഒക്കെ ചിലപ്പോൾ വേറെ യൂണിറ്റുകളിലാണ് പറയാറ്. സാധാരണ നമ്മൾ വാട്ട് തന്നെ ഹോഴ്സ് പവർ അങ്ങനെ
പല ഡിഫറൻസ് ഇതിൽ. അപ്പോൾ അതിന് അല്ലെങ്കിൽ വീട്ടിലൊരു ബൾബ് വാങ്ങിക്കൊണ്ടുവന്നു, ബൾബ് 16 വാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, ഈ ബൾബ് ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് 16 വാട്ടാണ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ബില്ലിൻ്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിൽ എത്ര കൺസ്യൂം ചെയ്തു എന്നുള്ളത് ഓരോ ബൾബ് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നല്ല രസം ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഡെഫിനിഷൻ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പറയുന്നത് എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്, അതിൻ്റെ യൂണിറ്റാണ് വാട്ട്. ഓക്കെ, മറക്കില്ലല്ലോ, പവറിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ വാട്ടാന്ന് പറയുമ്പം ആദ്യം ഓൾറെഡി നമ്മൾ ഇക്വേഷനിൽ നിന്ന് യൂണിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അതെങ്ങനെയെന്ന്, അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പവർ നമ്മളെന്ത് പറഞ്ഞു, എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, സോ പവർ ഈക്വൽ ടു എനർജി കൺസ്യൂംഡ് ഓർ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ടൈം ഇൻ യൂണിറ്റ്, ടൈം യൂണിറ്റ് കൺസ്യൂംഡ് ബൈ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം എന്നല്ലേ. അപ്പോൾ സോ ഡിവൈഡ് ബൈ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് എന്താ, എനർജിയുടെ യൂണിറ്റ് ജൂള്, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് വാട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടാക്കാൻ സൗകര്യമെങ്കിൽ അത് എഴുതാം. അതിൻ്റെ ഒറ്റ വാക്കാണ് വാട്ട് എന്ന് പറയുന്നത്, മറക്കില്ലല്ലോ. നെക്സ്റ്റ് ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് പവർ, പവറിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ. നമുക്ക് പ്രോബ്ലമൊക്കെ തരുമ്പം കറക്റ്റ് ഏതൊക്കെയാണ് ഐറ്റംസ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി സൗകര്യമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഓൾറെഡി ജൂൾസിലോ നമുക്ക് എന്താ അറിയാം, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, നമ്മൾ പറഞ്ഞ എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞു. ഇവിടെ എനർജി കൺസ്യൂംഡ് എന്താ, എനർജി കൺസ്യൂംഡ് ഓർ വർക്ക് ഡൺ ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ W = H ആണ്. H നമ്മൾ ഓൾറെഡി പഠിച്ചു, I²RT. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I²RT ഡിവൈഡ് ബൈ T. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും T ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പവർ = I²R. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ഓക്കെ, പവറിൻ്റെ ഒരു ഇക്വേഷനാണ് P = I²R. അടുത്തൊരു ഇക്വേഷൻ നോക്കാം. P = I²R എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഓംസ് ലോ പ്രകാരം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, I എന്ന് പറഞ്ഞാൽ V/R ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ ഓംസ് ലോൻ്റെത്. ഓക്കെ, I = V/R ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഈ ഐക്കകത്ത് ഈ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, V/R² × R അല്ലേ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V/R² × R. V/R² എന്ന് പറഞ്ഞാൽ V²/R² × R. അപ്പം ഡിനോമിനേറ്ററിൽ R² ഉണ്ട്, ന്യൂമറേറ്ററിൽ R ഉണ്ട്. ഓരോ R നമുക്ക് കട്ട് ചെയ്തുകൂടെ. ഓക്കെ, കട്ട് ചെയ്തിട്ട് ബാക്കി എന്താ ഉണ്ടാവുക, പവർ = V²/R. ഇത് ഞാൻ പറയണത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. സോ പവർ = V²R. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനായി, പവർ = I²R ആയി, പവർ = V²/R ആയി. ഇനി ഒരു ഇക്വേഷനും കൂടി നോക്കാം. ഇനി V²/R, I²R. ഈ I²Rനെ നമ്മൾ ഒന്ന് വെറുതെ, I² എന്ന് പറഞ്ഞാൽ എന്താ, I × I അല്ലേ. സോ I × IR എന്ന് എഴുതി ഞാൻ, I × IR എന്ന് എഴുതി. ഓംസ് ലോ പ്രകാരം IR എന്ന് പറഞ്ഞാൽ എന്താ, V. യെസ്, സോ P = IV. സോ നമുക്ക് P = IV, P = I²R. സോ P = V²/R. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും നമുക്ക് ഏതൊക്കെ കമ്പോണൻസ് ആണ് തന്നിരിക്കുന്നത്, അപ്പോൾ ഐയും വിയും ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ, സോ വി ക്യാൻ ഫൈൻഡ് ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, വെദർ വി ഹാവ് I and R, you can use I²R. ഓക്കെ, ദെൻ അറിയാലോ വിയും ആറും ആണെങ്കിൽ വി ക്യാൻ യൂസ് ദ തേർഡ് ഇക്വേഷൻ. സോ ഇതെന്തായാലും മനസ്സിലാക്കി വയ്ക്കുക. P = IV = I²R = V²/R. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.